ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കണ്ടെത്തിയതായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അറിയിച്ചു. എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മൊത്തവ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മായം ചേർത്ത പെർഫ്യൂം പിടികൂടിയത്. ഇതിൽ മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് 95% ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഥൈൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതുപയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കരിഷ്മ പെർഫ്യൂം എന്ന പേരിൽ ഇറക്കിയ പെർഫ്യൂമിലാണ് മീഥൈൽ ആൽക്കഹോൾ അമിത അളവിൽ കണ്ടെത്തിയത്. കേരള പോയിസൺ റൂളിന്റെ ഷെഡ്യൂൾ 1 വരുന്ന ഒരു വിഷമാണ് മീഥൈൽ ആൽക്കഹോൾ. ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഇത്തരം പദാർത്ഥങ്ങളുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം മായം ചേർക്കൽ വിഭാഗത്തിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. പെർഫ്യൂമായിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും ആഫ്റ്റർ ഷേവ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിനാൽ തന്നെ മൃദുവായ മുഖചർമ്മത്തിലൂടെയും മുറിവിലൂടെയും വേഗത്തിൽ ശരീരത്തിലെത്തുകയും ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ കോസ്മെറ്റിക് ഉൽപ്പന്നത്തിന്റെ ലൈസൻസ് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം നടത്തിയാൽ 3 വർഷം വരെ തടവും 50,000 രൂപയിൽ കുറയാത്ത പിഴയും കിട്ടാവുന്ന കുറ്റമാണ്. എറണാകുളം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ സന്തോഷ് കെ മാത്യുവിന്റെ ഏകോപനത്തിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരായ നിഷിത് MC, ടെസി തോമസ്, നവീൻ KR, നിഷ വിൻസെന്റ് എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. സമാനമായി കഴിഞ്ഞ ദിവസം പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ സോപ്പും പിടിച്ചെടുത്തിരുന്നു. കൊല്ലത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി തന്നെ നടന്ന പരിശോധനയിലാണ് 2 പ്രമുഖ ബ്രാൻഡുകളുടെ 1000 കട്ട വ്യാജ സോപ്പ് പിടിച്ചെടുത്തത്. ആണ്ടാമുക്കത്ത് പ്രവർത്തിക്കുന്ന സോപ്പ് മൊത്തവ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ സോപ്പുകൾ കണ്ടെടുത്തതും. ഇരു ബ്രാൻഡുകളുടെയും അതേ നിറവും മണവുമുള്ള സോപ്പ് കട്ടകളാണ് കണ്ടെടുത്തത്. യഥാർത്ഥ സോപ്പുകളിലേതുപോലെ വ്യാജനിൽ പേര് ആലേഖനം ചെയ്തിട്ടില്ല. പ്ലാസ്റ്റിക് കവറിലാണ് പൊതിഞ്ഞിരുന്നത്. പൊതുവിപണിയിൽ ഉയർന്ന വിലയുള്ള ബ്രാൻഡുകളുടെ വ്യാജൻ ആണ്ടാമുക്കത്തെ മൊത്തവിതരണക്കാരൻ 10 രൂപയ്ക്കാണ് ചില്ലറ കച്ചവടക്കാർക്ക് നൽകുന്നത്. അവർ 35 രൂപക്കാണ് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നതും. എന്നാൽ മൊത്തവ്യാപാരിയിൽ നിന്ന് ഏറ്റെടുത്ത് വമ്പൻ ബ്രാൻഡുകളുടെ കവർ വ്യാജമായി നിർമ്മിച്ച് വിൽക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. Don't worry മോനെ, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.